മുഖ്യമന്ത്രിക്ക് ചോദ്യങ്ങളെ ഭയമോ പേടിയോ എന്ന ചോദ്യം തന്നെയാണ് ജനശബ്ദം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, താങ്കൾ ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രി ചോദ്യങ്ങളെ ഭയപ്പെടുകയാണ്, ഒപ്പം ധാർഷ്ട്യമാണ്. അതേസമയം മുഖ്യമന്ത്രിക്ക് സംരക്ഷണമൊരുക്കാൻ ഇന്ന് മറ്റു മന്ത്രിമാരെ കാണുന്നില്ല, മറ്റ് പരിവാരങ്ങളെ കാണുന്നില്ല. അതായത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിന് കുടപിടിക്കേണ്ടതില്ല എന്നുള്ള ഒരവസ്ഥ പാർട്ടിക്കുള്ളിലുണ്ടായിരിക്കുന്നു. മറ്റു മന്ത്രിമാർ പോലും അത്തരമൊരു സമീപനത്തിലേക്ക് എത്തിപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്കും വന്നിരിക്കുന്നു. അതുകൂടി ഈ ഒരു വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു, ചേർത്ത് വയ്ക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും അതെ. മന്ത്രിസഭയില് അദ്ദേഹത്തിന്റെ ഘടകകക്ഷികളുടെ പെർഫോമൻസും ഈ മുഖ്യമന്ത്രിയോടുള്ള ഘടകകക്ഷികളുടെ നിലപാടും പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ഒരു ഘടകകക്ഷി പോലും മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി എത്തുന്നില്ല എന്നുള്ളത്. അതായത് ഒരു കൂട്ടി മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ തലവൻ എന്നുള്ള നിലയിൽ, രാഷ്ട്രീയമായും ഗവൺമെന്റിന്റെ തലവൻ എന്നുള്ള നിലയിൽ അധികാരത്തിന്റെ ഒരു വേദിയിലും തങ്ങളുടെ നായകനാണ് മുഖ്യമന്ത്രി. പക്ഷേ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഘടകകക്ഷി മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നതിനോ പിന്തുണയ്ക്കുന്നതിനോ വേണ്ടി മുന്നോട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്ന യാതൊരു രീതിയിലുള്ള പെരുമാറ്റവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. ഘടകകക്ഷികളോട് തികഞ്ഞ ധാർഷ്ട്യവും അവഗണനയും പുച്ഛവും വെറുപ്പുമാണ് അദ്ദേഹം എപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, അത് ഘടകകക്ഷികളോട് മാത്രമല്ല, കണ്ണൂരിലെ തന്നേക്കാൾ വളർന്നു വരുമോ എന്നുള്ള ആ ഒരു ചില സഖാക്കളോടുള്ള അസഹിഷ്ണുതയും ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ടതുണ്ടല്ലേ? തീർച്ചയായിട്ടും കണ്ണൂരിന്റെ ഏറ്റവും വലിയ കുന്തമുനകളായിട്ടും കൊടുമുടികളായിട്ടും ഉയർന്നു നിന്നിരുന്ന 3 ജയരാജന്മാർ അപ്രസക്തരായി പോയി കഴിഞ്ഞു. അതേപോലെ തോമസ് ഐസക് അടക്കമുള്ള ആൾക്കാര്, പാർട്ടിയിലെ ജി സുധാകരനെ പോലെയുള്ള ആൾക്കാര്, ഇവരൊക്കെ അപ്രസക്തരായി കഴിഞ്ഞു. ഇവരൊന്നും സ്വയം പിന്മാറിയതല്ല എന്ന് നമുക്കറിയാം. അവരെയൊക്കെ വെട്ടി നിരത്തി കളഞ്ഞിട്ട് താൻ മാത്രം മതി. പുതിയ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പുതിയ മന്ത്രിസഭ വരുമ്പോഴും പുതിയ MLA-മാർക്കുള്ള അവസരങ്ങൾ ഒരുക്കുമ്പോഴും ആ വ്യക്തിത്വവും അസ്തിത്വവും ആജ്ഞാശക്തിയുമുള്ള, ആർജവമുള്ള, നട്ടലുള്ള, സ്വന്തം അഭിപ്രായമുള്ള ഓരോ കമ്മ്യൂണിസ്റ്റ് നേതാവിനെയും വെട്ടി നിരത്തി അവസാനം അടിമകളായിട്ടുള്ള കുറെ ആൾക്കാരെ മാത്രം, റാൻമോളികളെ മാത്രം തന്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി, അതിൽ മരുമകനെയും ഉൾപ്പെടുത്തി ഇതൊരു തറവാട്ട് സ്വത്തായിട്ട് മാറ്റുന്ന രീതിയിൽ നിന്ന് സ്വന്തം പാർട്ടിയും അതേപോലെ തന്നെ ഘടകകക്ഷികളും എന്നേ അകന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം കാണിക്കുന്നത് തന്നിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന ഏക വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നിമിഷം ഒരു പ്രേക്ഷക ചിരിയാണ്. തുളസിമണി കാഞ്ഞിരംകുളത്തിനും. തുളസിമണി, പറഞ്ഞോളൂ. നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞോളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലൂട്ടി വളർത്തിയ കുറെ പാമ്പുകളായ കുറെ മാധ്യമങ്ങളുണ്ട്. ഈ മാധ്യമങ്ങള് തിരിഞ്ഞു കൊത്തു എന്നുള്ളത് ഇന്ന് എന്തായാലും മനസ്സിലായി കഴിഞ്ഞു പിണറായി വിജയന്. പിന്നെ പാവപ്പെട്ട ഒരു പുല്ലുചെത്ത് തൊഴിലാളിയായ ഒരു പാർട്ടിക്കാരനെ അന്ന് വീട്ടിൽ പോയി ചോദിക്കാനായിട്ട് പറഞ്ഞു. സത്യം പറഞ്ഞ ഇതൊക്കെ അണയപ്പോകുന്ന വിളക്ക് ആളിക്കത്തു എന്ന് പറഞ്ഞതുപോലെ അതിന്റെയൊക്കെ ഒരു ലക്ഷണങ്ങളാണ് ഈ കാണുന്നത്. അതുകൊണ്ട് നാളെ മാധ്യമങ്ങള് ഇതിന്റെ അപ്പുറവും ചോദിക്കേണ്ടി വരും എന്നുള്ള ഭയം ഇന്നെന്തായാലും ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക്. യെസ്, തുളസിമണി എന്നുള്ള പ്രേക്ഷകയാണ് പ്രതികരിച്ചത്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, അതുതന്നെയാണ്, ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, മാധ്യമങ്ങളും ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒരു അസഹിഷ്ണുതയും വേണ്ട. കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്നത് വീട്ടുവിശേഷങ്ങളല്ല, കുടുംബകാര്യങ്ങളല്ല, ജനങ്ങൾക്കറിയേണ്ട ഭരണപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, ആവർത്തിക്കുക തന്നെ വേണമല്ലേ? മാധ്യമ ലോകത്തു നിന്നുണ്ടായ ഈ ചോദ്യം ഇനി സ്വന്തം അണികളിൽ നിന്നും ഉണ്ടാകാൻ പോവുകയാണ്. നമുക്കറിയാം, ട്രേഡ് യൂണിയനുകൾക്കൊക്കെ കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ, തൊഴിലാളി വർഗത്തിന്റെ മുമ്പിൽ കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അപ്പോൾ അത് ആശാ വർക്കർമാരാണെങ്കിലും അല്ലെങ്കിൽ ഹരിതകർമ്മ സേനയാണെങ്കിലും തൊഴിലുറപ്പ് തൊഴിലാളികളാണെങ്കിലും വർഗ ബഹുജന സംഘടനകൾ എന്നൊക്കെ ഓമന പേരിട്ട് വിളിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പാവങ്ങളെ പിഴിഞ്ഞൂറ്റി എടുത്തിരിക്കുന്ന സമ്പത്ത് തിരികെ ചോദിക്കാനുള്ള ആദ്യത്തെ ഒരു ചോദ്യമായിട്ടാണ് ഞാൻ ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ കാണുന്നത്. ഞാനൊരു 1-2 ഉദാഹരണം പറയാം വളരെ പെട്ടെന്ന്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി
നൂറുകണക്കിന് കോടി രൂപയാണ് പിരിച്ചു വച്ചിരിക്കുന്നത്. ഒരു തൊഴിലാളിക്ക് ഒരു പൈസ പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. മോട്ടോർ വാഹന തൊഴിലാളി ക്ഷേമനിധി ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ആർക്കെങ്കിലും ആവശ്യം വരുമ്പോൾ ഒരു പൈസ പോലും തിരിച്ചു കിട്ടുന്നില്ല. സഹകരണ പ്രസ്ഥാനത്തിന്റെ 80% കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈയടക്കി വെച്ചത് മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. ഓർക്കണം, ഇതൊക്കെ തൊഴിലാളികളുടെ പണമാണ്. തൊഴിലാളി ക്ഷേമനിധിയാണെങ്കിലും സഹകരണ ബാങ്കിലെ പണമാണെങ്കിലും ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരന്റെ തൊഴിലാളി വർഗത്തിന്റെ പണമാണ്. അവരാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വാസവഞ്ചന നടത്തിയത് സ്വന്തം പാർട്ടിയും ഭരണകൂടവുമാണ് എന്ന് മനസ്സിലാകുമ്പോൾ ആദ്യത്തെ ചോദ്യമാണ് ഇവിടെ മാധ്യമം ഉയർത്തിയത്. ഇനി പിന്നാലെ വരാൻ പോകുന്നത് ഈ ക്ഷേമനിധി ബോർഡുകളിൽ പണമടച്ച് കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ചോദിക്കും. അതേപോലെ തന്നെ ഏതെങ്കിലും പാർട്ടി പ്രകടനത്തിന് സെറ്റ് സാരിയും എടുത്ത് ലോറികളിൽ ആടുമാടുകളെ കൊണ്ടുപോകുന്നത് പോലെ പാർട്ടി സമ്മേളനത്തിന് തൊഴിലാളികളായിട്ട് പോകുന്ന സഖാക്കൾ, വനിതാ സഖാക്കൾ, അവർ ചോദിക്കും. കാരണം അവരുടെയൊക്കെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ്. വിലക്കയറ്റത്തിന്റെ കാര്യത്തിലാണെങ്കിലും ടാക്സിന്റെ വർധനവിന്റെ കാര്യത്തിലാണെങ്കിലും തൊഴിലില്ലായ്മയുടെ കാര്യത്തിലാണെങ്കിലും മുന്നോട്ടൊരടി പോകാൻ പറ്റാത്ത വിധം ഈ സംസ്ഥാനത്തെ കുചിക്കെട്ടിയത് താങ്കളല്ലേ? പിണറായി വിജയ എന്ന് വിജയന്റെ മുഖത്ത് നോക്കി ചോദിക്കും സ്വന്തം അണികൾ. അതിന്റെ ആദ്യത്തെ ചോദ്യമാണ് ഇപ്പോൾ ഈ പത്രപ്രവർത്തകരിൽ നിന്നും ഉണ്ടായത്. കാരണം പത്രപ്രവർത്തകരെ ട്രേഡ് യൂണിയൻ ആക്കി മാറ്റി അവരെ പാർട്ടിയുടെ അടിമകളാക്കി സംരക്ഷിച്ചു കൊണ്ടുവന്ന ആ കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ചോദ്യത്തിലൂടെ നമ്മൾ മുഴങ്ങിക്കേൾക്കുന്നത്. ഈ ചോദ്യങ്ങൾ വരുമ്പോൾ പ്രസക്തമായ പല കാര്യങ്ങളുമുണ്ട്. അത് തന്നെയാണ് ഈ ഒരു വിഷയത്തിന്റെ ഏറ്റവും പ്രസക്തിയും. നമുക്ക് അതിലേക്ക് കൂടി വളരെ വേഗം തിരികെത്താം.